പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആറന്മുള വള്ളസദ്യ ഒരിക്കലെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായി ധാരാളം പേരുണ്ട്. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്തല്ല ഒരുപാട് പേര് ചോദിക്കും എങ്ങനെയാണ് ഇവിടെ പോയി ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ ലോകപ്രശസ്തം. ആറന്മുള വള്ളസദ്യ തുടരുകയാണ്. വഞ്ചിപ്പാട്ട് കേട്ട് ഇലനിറയെ വിഭവങ്ങൾ കൂട്ടി വള്ളസദ്യ കഴിക്കുന്നത് പ്രത്യേക അനുഭവമാണ്. നമ്മുടെ സുജയ പാർവതി, കോർഡിനേറ്റിംഗ് എഡിറ്റർ, വള്ളസദ്യ കഴിക്കാൻ പോയി. ഒരു അനുഭവം ഒന്ന് കണ്ടുവരാം. വള്ളസദ്യക്കെത്തുന്ന പള്ളിയോടത്തെ ക്ഷേത്രക്കടവിൽ ആചാരപൂർവ്വം സ്വീകരിക്കുന്നതോടെയാണ് ആറന്മുള വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പിന്നീട് കരക്കാരെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ഭക്തർ വഴിപാടായാണ് വള്ളസദ്യ സമർപ്പിക്കുന്നത്. ഹോട്ടലുകളിലൊക്കെ ദിവസവും 365 ദിവസവും സദ്യ കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. പക്ഷേ ആറന്മുള വള്ളസദ്യയുടെ വിഭവങ്ങളും വ്യത്യസ്തമാണ്, ഇവിടുത്തെ ഒരു ഫീലും വ്യത്യസ്തമാണ്. അത് ഇവിടെ വന്ന് തന്നെ കഴിക്കണം. ഇതിന് വേറെ ഒരിടത്തും അത് സാധ്യമല്ല. അത് വഴിപാട് വള്ളസദ്യയായിട്ട് നടത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ആറന്മുള വള്ളസദ്യ അനുഭവിച്ചറിയുക. ഉപ്പുമാങ്ങ, ചേമ്പ് ഉപ്പേരി, ചേന ഉപ്പേരി, പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, അവിയൽ, മധുരപ്പച്ചടി, പാവയ്ക്ക കിച്ചടി ഉൾപ്പെടെ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പും. ചൊല്ലി ചോദിക്കുമ്പോൾ ലഭിക്കുന്ന വിഭവങ്ങൾ വേറെ. അവർ ഇലയിലേക്ക് വിളമ്പുന്ന വിഭവങ്ങൾ കൂടാതെ 28ഓളം വിഭവങ്ങൾ പാടി ചോദിക്കുമ്പോഴാണ് ഓരോ പാട്ടുകാർ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുക്കുമ്പോൾ അത് ഓരോ വരികളിലും നമ്മൾ ആ സാധനം കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ സന്താനഭാഗ്യം, ഐശ്വര്യം, അഭിവൃദ്ധി, അങ്ങനെ ഓരോന്നും ഓരോ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുമുണ്ട്. പണ്ട് പുരാതനമായ കാലത്ത് മുതലേ ഇത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയും അത് നമ്മളുടെ പൈതൃകത്തിന്റെ ഭാഗമായി ഇന്നും തുടർന്നു പോവുകയും ചെയ്യാന്ന് പറയുന്ന ഒരു ഭാഗ്യമായി കാണുന്നു. വള്ളസദ്യയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് വഞ്ചിപ്പാട്ട് പാടി കരക്കാർ മടങ്ങിപ്പോകുന്നതോടെയാണ് വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കുക. റിപ്പോർട്ടർ, പത്തനംതിട്ട.